AK നസീർ കൂടി നമ്മുടെ ചർച്ചയിലേക്ക് എത്തുന്നു. ശ്രീ നസീർ, താങ്കളെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. താങ്കൾക്ക് കേൾക്കാമോ? അതായത് ഇപ്പോൾ ഈ BJPക്കുള്ളിൽ ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ കെ സുരേന്ദ്രനെതിരാകുന്നു, C കൃഷ്ണകുമാർ രംഗത്തുന്നു, ശിവരാജൻ രംഗത്തുന്നു. ഇങ്ങനെ തമ്മിലടിയുടെ ബഹളമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുട്ടൻസ് എന്താണ് എന്ന് അറിയാവുന്ന ഒരാളാണ്. കാരണം രാപ്പനി അറിയാവുന്ന ആളായിരുന്നല്ലോ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ആ ധാര വിട്ടെങ്കിൽ പോലും. അപ്പോൾ എന്താണ് AK നസീർ ഇപ്പോൾ BJPക്കുള്ളിൽ സംഭവിച്ചിട്ട്? ഇന്നത്തെ വാർത്താ സമ്മേളനം സുരേന്ദ്രൻ്റെ താങ്കൾ കേട്ടോ? താങ്കൾക്ക് ആധികാരികമായി ഇതേ സംബന്ധിച്ച് പറയാനാകും. അല്ല, എനിക്ക് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇത് നേരത്തെ വളരെ കാലം മുമ്പ് തന്നെ കുറെ കാലങ്ങളായിട്ട് BJPയിൽ തുടർന്ന് വരുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ പ്രധാനമായിട്ടും BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BJP നേതൃത്വം പ്രവർത്തകരെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം 19% വോട്ടുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് BJP, കേരളത്തിലെ BJP ആണ്. 19% വോട്ട് 5ഉം 6ഉം 10% വോട്ടുള്ള നിരവധി പാർട്ടികൾ, നിരവധി MLA MP-മാരുമായിട്ട് നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തുണ്ട്. പക്ഷെ കേരളത്തിലെ വിഷയം അതല്ല. കേരളത്തിലെ വിഷയം വളരെ പ്രധാനമായിട്ടും 3 വിഷയമാണ് കേരളത്തിലുള്ളത്. അതിലൊന്ന്, സാധാരണ പ്രവർത്തകരെ മുഖവിലക്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം BJPക്ക് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഇവരുടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സംഘടനാപരമായ വിഭാഗീയതയാണ്. കാരണം പാർട്ടിയേക്കാൾ വലുത് നേതൃത്വമായി മാറുകയും അവർക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള ആളുകളെ കൂടുതൽ കൊണ്ടുവരികയും മുതിർന്ന ആളുകളെയും മുതിർന്ന നേതാക്കളെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും സംഘടനയുടെ തെരഞ്ഞെടുത്ത് വരുന്ന നേതാക്കൾ, അത്തരം ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ വളർത്തി അതുമായിട്ട് സംഘടന മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആരെങ്കിലും രാജിവെച്ച് പോയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതുകൊണ്ടോ അല്ല. പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിച്ച് പ്രവർത്തകർ മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ടാണ് BJPക്ക് കൃത്യമായി വോട്ടുകൾ പാർട്ടിക്ക് കിട്ടാതെ പോകുന്നത്. അത് വളരെ കാലമായിട്ട് തുടരുന്നതാണ്. ഈ പാലക്കാടിന്റെ പശ്ചാത്തലത്തിലെത്തിയാൽ അതായത് മതേതര മുന്നണികളുടെ ശക്തിയും അവരുടെ ഏറ്റുമുട്ടലും ഒക്കെ BJP സ്വാഭാവികം ദുർബലമാക്കിയിരിക്കാം. പക്ഷേ നഗരസഭ കേന്ദ്രീകരിച്ച് ഇത്രയേറെ BJPയുടെ ബേസ് വോട്ടുകൾ ഉണ്ടായിരുന്നിടത്താണ് 10,000-ലധികം വോട്ടിൻ്റെ ശോഷണം ഉണ്ടാകുന്നത്. അത് ഇനിയിപ്പോൾ C ശ്രീധരനുമായി കമ്പയർ ചെയ്യേണ്ട, ഇതേ C കൃഷ്ണകുമാറിനെ ലോക്സഭയുമായി കമ്പയർ ചെയ്താലും ഏതാണ്ട് 4,000 വോട്ട് ഓളം കുറവ് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് BJPക്ക് അത് സംഭവിച്ചത്? ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. എന്തിനാണ് C കൃഷ്ണകുമാറിനെ ആവർത്തിച്ച് അവിടേക്ക് അവരോധിക്കുന്നത് കെ സുരേന്ദ്രൻ? എന്താണ് അതിന്റെ ഗുട്ടൻസ്? അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി BJPയെ സംബന്ധിച്ച് അവിടെ വലിയ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകൾ പാർട്ടിയുടെ പ്രാദേശികമായ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയയിൽ ഈ പ്രവർത്തകർ നിസ്സഹായാവസ്ഥ സൃഷ്ടിക്കുന്നു, നിസ്സഹായരാകുന്നു, അവർ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് BJPക്ക് എക്കാലത്തുമുള്ളത്. കാരണം BJPയുടെ ഇന്റർ പൊളിറ്റിക്സിൽ ജനാധിപത്യം ഇല്ല. പരസ്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ജനാധിപത്യമൊക്കെ പറയുമെങ്കിലും ഇപ്പൊ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം കണ്ടിരുന്നു. കാരണം ഇത് സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കുന്നത് മണ്ഡലം തലത്തിൽ ജനറൽ സെക്രട്ടറി ഉപരി ആളുകൾ കൂടി തീരുമാനിക്കുന്നു, അതിന്റെ ജില്ലാ നേതാക്കൾ തീരുമാനിക്കുന്നു, സംസ്ഥാനത്തെ കോർ കമ്മിറ്റി തീരുമാനിക്കുന്നു, പിന്നെ ആൾ ഇന്ത്യയിലേക്ക്. ഇതെല്ലാം ശരിയാണ്. ജനാധിപത്യപരമായ പ്രക്രിയ പൂർണ്ണമാണ് BJPയിൽ. പക്ഷേ ഈ ജനാധിപത്യ പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ പാലക്കാട് മണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഇതുപോലെ പ്രവർത്തകരെ വിളിച്ചു കൂട്ടി എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമല്ല BJPയുടെ പ്രവർത്തനം. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി എടുക്കുന്നത് ഈ പ്രക്രിയയൊക്കെ പൂർത്തിയാക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് ആരോ എവിടെ നിന്നൊക്കെ പുതിയ ആളുകളെ കണ്ടെത്തുകയും പ്രവർത്തകരെ വേദനിപ്പിക്കുകയും പ്രവർത്തകരുടെ വികാരത്തെ ഒരു തരി പോലും അംഗീകാരം കൊടുക്കാത്ത രീതിയിലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പോക്ക്. അത് പുതിയ നേതൃത്വം വന്നതിന് ശേഷം വളരെ കൂടുതലാണ്.
ആ കൂടുതൽ ബി ജെ പിയെ അതായത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് സുരേന്ദ്രൻ വന്നതിന് ശേഷം അത് കൂടുതലാണ്, വളരെ കൂടുതലാണ്. സുരേന്ദ്രനും മുരളി, അത് മുരളിയും സുരേന്ദ്രനും ഇപ്പോഴല്ലേ തെറ്റുള്ളൂ. ആ ഈ മുരളിയും സുരേന്ദ്രനുമാണ് ഈ പാർട്ടിയെ വളരെ ഇത്രയും രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലാക്കിയത്. അപ്പൊ ഈ ശോഭ പറയുന്നതൊക്കെ ശരിയാണ് ആ മുരളി അർത്ഥത്തിൽ, മാറി നിന്നിട്ട് കാര്യമില്ല. ശോഭാ സുരേന്ദ്രൻ പറയുന്നതൊക്കെ ആ അർത്ഥത്തിൽ ശരിയാണ്. അല്ല, ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു കൊച്ചു ബി ജെ പി പ്രവർത്തകരോട് ചോദിച്ചാലും വളരെ കൃത്യമായിട്ട് മറുപടി ഇതേ ഒരൊറ്റ ഉത്തരവ് ഉണ്ടാവുള്ളൂ, അത് ഇത് തന്നെയായിരിക്കും. കാരണം പ്രവർത്തകരെ മാനിക്കാതെ ഇവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയും, ഇപ്പൊ ഇവിടെ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി അല്ല വിഷയം. ഈ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് പാർട്ടി എത്തപ്പെട്ട രീതിയും വഴിയും ശരിയല്ല. അതാണ് പ്രശ്നം. അത് ചില ഗ്രൂപ്പിന്റെ ചില താല്പര്യത്തിന്റെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് പ്രവർത്തകരെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രവർത്തകർ മാറി നിൽക്കുന്നു. അത് കറക്റ്റാണ്. ഈ മാറി നിൽക്കുന്ന വോട്ടിന്റെ ഏറ്റവും വലിയ കുറവുണ്ടാവുന്നത്.